ശിവശങ്കറിനെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുകയാണ്. അജി, വീണ്ടും ചോദ്യം ചെയ്യലാണോ? എന്താണ് തുടർ നടപടി? അപ്രതീക്ഷിതമായ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇ ഡി ഉദ്യോഗസ്ഥർ ആദ്യം വ്യക്തമാക്കിയിരുന്നത് ശിവശങ്കറിനെ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു. പക്ഷേ ഇത് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ശിവശങ്കറിനെ വീണ്ടും ഇ ഡി ഓഫീസിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അവിടെ കോടതിയിൽ ഹാജരാക്കിയില്ല. നേരെ വീണ്ടും ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയി. എന്താണ് നടക്കുന്നത് എന്ന് പോലും വ്യക്തമാവാത്ത സാഹചര്യം. കാരണം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയും ശിവശങ്കർ വീണ്ടും നമ്മൾ പ്രതികരണം ആരാഞ്ഞു. ശിവശങ്കർ പ്രതികരിച്ചില്ല. പുഞ്ചിരിയോടുകൂടിയാണ് ശിവശങ്കർ ഇറങ്ങി വന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ചോദ്യം ചെയ്യലിനോട് തീർത്തും നിസ്സഹകരണം തുടരുന്ന ഒരു സാഹചര്യം. അത് ഇപ്പോഴത്തെ ഇ ഡി ഓഫീസിൽ ശിവശങ്കറിനെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ചോദ്യം ചെയ്യാനായി ഇ ഡി ഓഫീസിലേക്ക് ശിവശങ്കറിനെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഈ കോടതിയിലേക്ക് എപ്പോഴാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വീണ്ടും ഇ ഡി ഓഫീസിലേക്ക് ശിവശങ്കറിനെ എത്തിച്ചിരിക്കുകയാണ്. ഫിജി രാവിലെ അറിയിച്ചിരുന്നത് കസ്റ്റഡി അപേക്ഷ വാങ്ങുമെന്നായിരുന്നു രാവിലെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ വിധി പരിശോധനയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ വാങ്ങാനായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല. നേരെ വീണ്ടും ഇ ഡി ഓഫീസിലേക്കാണ് ശിവശങ്കറിനെ എത്തിച്ചത്. ഫിജി, അജി, സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ മന്ത്രി എം പി രാജേഷ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇത് സർക്കാരിന് മേൽ കരിനീരിൽ വീഴ്ത്തുകയൊന്നുമില്ല എന്ന് പറയുകയുണ്ടായി അദ്ദേഹം. നമുക്കറിയാം, ഈ ലൈഫ് മിഷൻ സർക്കാരിനെ സംബന്ധിച്ചൊരു സ്വപ്ന പദ്ധതിയാണ്, വലിയൊരു പദ്ധതി, അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു പദ്ധതിയാണ്. അതിലാണ് ഇപ്പോൾ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഇത് എത്ര വലിയ തിരിച്ചടിയാണ്? തീർച്ചയായിട്ടും ഒരു സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ് എം ശിവശങ്കർ എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. സർക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം എം പി രാജേഷ് പറഞ്ഞതനുസരിച്ച് ഇവർക്ക് തിരിച്ചടി ലഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് LDF സർക്കാരിന്റെ പ്രസ്റ്റീജ് പദ്ധതിയായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു എം ശിവശങ്കർ. കാരണം മുഖ്യമന്ത്രി ഒരു ഫയലിൽ ഒപ്പിടണമെങ്കിൽ പോലും, ചെറിയ കുറിപ്പുകൾ കൊണ്ട് കൊടുക്കണമെങ്കിൽ പോലും അത് ശിവശങ്കറിലൂടെയായിരുന്നു നടത്തുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ തീർത്തും പ്രതിരോധത്തിൽ ഹായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും. കാരണം ഈ ശിവശങ്കറിന്റെ അറസ്റ്റോടുകൂടെ കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ അറസ്റ്റിനെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം ഉന്നത ബന്ധങ്ങൾ, അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന AC മൊയ്തീനെ അടക്കം ഒരു പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു നിർണായകമായ ഒരു വിവരം, ശിവശങ്കറിനെ ഉച്ച കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഒരു വിവരം കൂടെ ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതുവരെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഇ ഡി ഓഫീസിൽ എത്തിച്ച ശിവശങ്കറിനെ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഇ ഡി ഓഫീസ് അദ്ദേഹത്തെ എത്തിച്ചു. അദ്ദേഹം ഇപ്പോൾ വിശ്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫിജി, അജി, എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിൽ നിന്ന് അറിയേണ്ടത്? ഇ ഡിയെ സംബന്ധിച്ച് എന്തിനൊക്കെയാണ് അവരുടെ ശ്രമം നടക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് 4,68,00,000 രൂപ ഇ ഡി അതായത് ഈ കൈക്കൂലി ലഭിച്ചു എന്ന തരത്തിൽ ഒരു സന്തോഷ് ഈപ്പനിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന ഒരു അജി, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ കെ മുരളീധരൻ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ. അതിലേക്ക് പോയ ശേഷം തിരികെ വരാം. അതേസമയത്ത്